ജബൽ മുഖത്തമിന്റെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, നമുക്കെല്ലാവർക്കും അറിയാം, ലോകപ്രശസ്തമായ ഹിക്കം എന്ന മഹത്തായ കിതാബിന്റെ ഉടമയും സാഹിബുൽ ഹിക്കം എന്നറിയപ്പെടുന്ന ആ ഹിക്മത്തുകളെ പഠിക്കണമെന്ന് ഉസ്താദിനോട് പറഞ്ഞു ചോദിച്ചു വാങ്ങിയ 709 വഫാത്തായ 54 വയസ്സ് പ്രായത്തിനിടയിൽ ലോക പ്രശസ്തിയാർജിച്ച മഹത്തായ ഉപദേശങ്ങൾ നിർഭരമാക്കിയ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഹിക്കമിൽ നിന്നുള്ള ഹിക്മത്തുകൾ അതിന്റെ ചുമരിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നതായി കാണാം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണത്. കമാലുൽ ഹുമ്മാം റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത് വിശ്രമിക്കുന്നുണ്ട്. അവർ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ അടുക്കൽ വന്നിരുന്നുകൊണ്ട് സൂറത്ത് ഹൂദ് ഓതിക്കൊണ്ടിരുന്ന സമയത്ത് ഫമിൻഹും ശഖിയ്യും വസഈദ്, ആ ഭാഗം വരുന്ന സമയത്ത് ഫാജാബഹു ഇബ്നു അതാഇല്ലാഹി മിനൽ ഖബർ, ഖബറിൽ നിന്ന് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ബിസൗത്തിൻ ആലിൻ, ഉയർന്ന ശബ്ദത്തിൽ മറുപടി കൊടുക്കുകയാണ്, യാ കമാൽ ലൈസ ഫീനാ ശഖിയ്യുൻ, നമ്മളിൽ പരാജിതനില്ല. ഫഔസാ ബിഅൻ യുദ്ഫന ബിജിവാരിഹി, ഈ സംഭവം കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ അയൽവക്കത്ത് തന്നെ എന്നെയും അടക്കണമെന്ന് കമാലുൽ ഹുമ്മാം റളിയല്ലാഹു അൻഹു അതാ വസിയത്ത് ചെയ്യുകയാണ്. അത്രയും വലിയ കറാമത്തിന്റെ ഉടമയായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരിയുടെ തണുപ്പ് നിറഞ്ഞു നിൽക്കുന്ന, മനസ്സിന് കുളിർമയേകുന്ന, മനഃശാന്തിക്കിടം തേടി അലയുന്നവർക്ക് ആശ്രയമായി മാറുന്ന ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു വിശുദ്ധ മഖാമിന്റെ ആത്മീയ തീരത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഉള്ളത്. കമാൽ ഇബ്നുൽ ഹുമ്മാം, ഇപ്പോൾ നാം ഓർമ്മപ്പെടുത്തിയ കമാൽ ഇബ്നുൽ ഹുമ്മാം റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകൾ തൊട്ടടുത്തു തന്നെ ഖബറിടം കണ്ടെത്തിയിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ മഖാമിലാണ് നാം ഉള്ളത്. കമാലുദ്ദീൻ ഹുമ്മാം റളിയല്ലാഹു അൻഹുവിന് നിരവധി രചനകൾ ഉള്ളത് ഇന്ന് ഈജിപ്തിൽ നിന്ന് നമുക്ക് ദൃശ്യമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ ആത്മീയ ചൈതന്യം കൊണ്ട് നിറഞ്ഞ ഖതാമിയ എന്ന സ്ഥലത്ത് കുറെ കൂടി ദൂരം സഞ്ചരിക്കുമ്പോൾ അഷ്ശൈഖ് അബ്ദുൽ ഹലീം മഹ്മൂദ് മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശ്രമിക്കുകയാണ്. മഹാന്മാരുടെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള കിതാബുകളുടെ രചനയിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൽ ഹലീം മഹ്മൂദ് മുജാഹിദ് അടങ്ങിയിരിക്കുന്നത് അവിടെയാണ്. അഷ്ശൈഖ് മുഹമ്മദ് സയ്യിദുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അടങ്ങിയിരിക്കുന്നത് അവിടെയാണ്. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു ജബൽ മുഖത്തമാണ് നാം ആ സൈഡിൽ കാണുന്നത്. ജബൽ മുഖത്തം ധാരാളം അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സഹാബത്തിന്റെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ജബൽ മുഖത്തമിന്റെ താഴ്വാരത്ത് ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുകയാണ്. ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നതിന്റെ ചാരത്തു തന്നെ ബഹുമാനപ്പെട്ട സയ്യിദത്ത് ബീബി നഫീസ റളിയല്ലാഹു അൻഹാ അവിടുന്ന് ഇബാദത്തിനിരുന്ന ഖൽവത്ത് കാണാം. ആ ഖൽവത്തിനകത്താണ് നാം ഇപ്പോഴുള്ളത്. ഖൽവത്ത് സയ്യിദത്ത് നഫീസ റളിയല്ലാഹു അൻഹാ ഇബാദത്തിന്റെ ഇടം കണ്ടെത്തിയ മഹദിയുടെ ആശ്രമത്തിൽ, അവിടുത്തെ പരിശുദ്ധമായ ഇബാദത്തിന് സ്വസ്ഥമായ ഇടം കണ്ടെത്തിയ സ്ഥലത്ത് ആ ഖൽവത്തിനെ ഓർമ്മിക്കുന്ന തരത്തിൽ ഇബാദത്തിനിടം കണ്ടെത്താൻ മഹാന്മാർ അവിടെ എത്തുകയാണ്. ഇപ്പോൾ നാം ഉള്ളത് സയ്യിദുന്നാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനുഭാവന്റെ മകൻ മുഹമ്മദ് ബിൻ സയ്യിദുന്നാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ്. സയ്യിദുന്നാസ് എന്ന പേരിലാണ് മഹാനവറുകളെയും അറിയപ്പെടുന്നത്. മുഹമ്മദ് ബിൻ സയ്യിദുന്നാസ് അബ്ദുല്ലാഹി ബിൻ അബീ ജംറത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബീ ജംറ റളിയല്ലാഹു അൻഹു എന്ന പ്രധാനമായ മഹാനായ വലിയുള്ളാഹിയുടെ സമീപത്താണ് നാം ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് ആത്മീയതയുടെ തീരത്ത്
ഏകാന്ത ധ്യാനത്തിന് തിരഞ്ഞെടുക്കാൻ വളരെയധികം താല്പര്യം കാണിച്ച അബ്ദുല്ലാഹ് ഇബ്നു അബീ ജംറ റളിയല്ലാഹു അൻഹു يا ربي بابن عطاء الله ذي الحكم يفرض علينا علوم صاحب الحكم أهل بيت القلوة نفيسة مالا ആദരക റാമത്തുന്നൽ തഖ്ദീം മികവരെ ഇസ്ഹാദിന്റെ ഒലിപ്പതൈ നീലത്തെ വേളയോക മകന കൊണ്ടൈലകൈനാണത്തെ തഖ്ദിയാനെ എങ്ങളെ ഹാജത്തെ അഖില മിസ്രിൽ ഉള്ളവർക്ക് മേനിയൻ നിഅമത്തെ ആണ്ടവൻ ഈ ബീവിയാലെ ഏറ്റമിൽ കൊടുത്ത് അവനും ഓരോ ബിന്ദുനിൽ ദേഹത്തെ ആകനെ കുഴഞ്ഞു കെട്ടി ശശിയും ക്ഷീണിത്തെ ചാറ്റിയോളിൽ മഹത്തായ ഇരടികൾ ചെല്ലുന്നവർക്ക് അവിടെ നിന്ന് ഇബാദത്തെടുത്ത മഹതിയായ ബീവിയുടെ കൽവത്തിലിരുന്നു മാല ചൊല്ലാൻ കിട്ടിയ അപൂർവം അവസരം. ആയതൈകീനന്ദവൾ കുടുംബം സഹിതത്തെ കേവലത്തിനാവിനാലെ കുരിശഹാദത്തെ ഇരുത് കൊണ്ട് യഖീനുറച്ച് ദീന വിശ്വസീതെ വിഷയം ഇന്നും കേളുവിനി ബീവിയൂണത്തെ പിള്ളയോരു തള്ള ബുദ്ധി ഉള്ള ഗംഗനത്തെ വ്യസനമിൽ കാരഞ്ച് നെഞ്ചിൽ കൈവലി തേടീത്തെ ബേഖബറുന്ത് കമാലെ ബീവിയർ മുനൈത്തെ കുഴഞ്ഞു വന്ന് ചൊല്ലയിൽ ഉണ്ട് ഞാനതെന്റെ റസ് തന്നിൽ വേത്തെ പേനമാൽ നടന്ന് വിടും ഉള്ള സുഖാകത്തെ കണ്ടുടനുടൻ കടന്നുടനെ വിട്ടെനിക്ക് കിട്ടിയും കീമത്തെ കണക്ക് പോലെ രണ്ട് ഓഹരി ചെയ്ത ദൈവകൂത്തെ പടിയറുത്ത സംഖ്യകൾക്ക് മുക്കത്തം മലയുടെ താഴ്വാരത്തുകൂടി ധാരാളം അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഐതിഹാസികമായ ഒരു പുരാതന ചരിത്രത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരാൻ കഴിയുന്ന മുക്കത്തം മല, ഖത്താബിയ എന്നറിയപ്പെടുന്ന ആ മുക്കത്തം മലയുടെ ഓർമ്മകൾ ഈജിപ്തിന്റെ മണ്ണിലേക്ക് എത്തുന്ന ആരെയും മാടി വിളിക്കുന്നതാണ്. മഹാന്മാരുടെ ആത്മീയ ചൈതന്യം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന മുക്കത്തം മലയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്പോൾ നാം ഓടിക്കൊണ്ടിരിക്കുന്നത് മഹാനായ ഇമാം ശൈഖുന ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിനെ ലക്ഷ്യമാക്കിയാണ്. കെയ്റോ സിറ്റിയിൽ നിന്ന് 930 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹുമൈസിറ എന്ന സ്ഥലത്തെ ശൈഖ് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി ഖുതുബുൽ അഖ്താബ് കഹ്ഫ് അംനി തുല്ലാബ് അലി ഇബ്നു അബ്ദുല്ലാഹ് അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ മഖാമിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന നമുക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലെത്താനുള്ള ഭാഗ്യം കിട്ടി. ഷെയ്ഖ് മാലിക് റളിയല്ലാഹു അൻഹു ഖുസൈർ ഷാദുലി ഇമാമിന്റെ മഖാമിലേക്കുള്ള യാത്രാമധ്യേ ഖുസൈർ എന്ന പ്രദേശത്ത് നിന്ന് തരീഖത്തിന്റെ അഹ്ലുകാർ നൽകിയ സൽക്കാരവും ഏറ്റുവാങ്ങി യാത്രക്കാർക്ക് പിന്നെയും യാത്ര തുടരാൻ അവസരം കിട്ടുന്നു. അത്തരമൊരു ഭാഗ്യം ലഭിക്കുന്ന നാടാണ് ഖുസൈർ എന്നത്. ആ അൽ ഖുസൈർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഷെയ്ഖ് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിനെ സിയാറത്ത് ചെയ്ത് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിനെ ലക്ഷ്യമാക്കിയാണ്. ഇവിടെ കണ്ടത് മഖാമിന്റെ മുമ്പിൽ നമ്മുടെ വാഹനം നിന്നു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഷാദുലി ശൈഖ് അവറുകളുടെ മഖാമിന്റെ മുന്നിലുള്ള കീർത്തി കേട്ട കിണറിൽ വെള്ളമുണ്ടെങ്കിലും ആ വെള്ളം
കുറഞ്ഞ വെള്ളം ആ മരുഭൂമിയിൽ വളരെ അത്ഭുതകരമാണെങ്കിലും കോരി കുടിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ബഹുമാനപ്പെട്ടവർ ഇബാദത്തിനിരുന്ന മല, ആ മലയുടെ മൂർധാവിൽ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ഇബാദത്തിനിരുന്ന സ്ഥലമാണ്. സയ്യിദി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് ഷാദുലി ഇമാമിന്റെ മഖാമിനെ ലക്ഷ്യമാക്കി ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹുവിനെ ചെറുപ്പകാലം മുതൽ കേൾക്കുന്ന നമുക്ക് ആവേശം തരുന്ന അജയ്യവും അതിഗംഭീരവുമായ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന സുൽത്താനുൽ ഔലിയ ഖുതുബുൽ അഖ്താബ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു അഹ്സാബുകളുടെ നായകൻ, ഹിസ്ബുൻ നസ്റിന്റെയും ഹിസ്ബുൽ ബഹറിന്റെയും പ്രതിരോധ നിര കെട്ടിപ്പടുക്കാൻ മോമിനീങ്ങൾക്കും ആത്മീയ നേതൃത്വത്തിനും അവസരം നൽകിയ ആത്മീയ സഞ്ചാരി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ സവിധത്തിലാണ് നാം ഉള്ളത്. حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 رضي الله عن الولي رضي الله عن شاذلي رضي الله عن الولي رضي الله عن شاذلي رضي الله عن الولي رضي الله عن شاذلي فأسكرهم وما شربوا مداما شاهدوا ساكت جاء
مرادي يا مرادي يا مرادي مرادي شاد لشيخي مرادي مرادي شاد لشيخي مرادي فناداهم عبادي لا تناموا فناداهم عبادي لا تناموا ينال المسل من أجر المنام ينال المسل من أجر المنام مرادي يا مرادي مرادي يا مرادي يا مرادي مرادي شاد لي شيخي مرادي ينال الوصل من سهر الليالي ينال الوصل من سهر الليالي على الأقدام أنحلهم قياما على الأقدام أنحلهم قياما مرادي يا مرادي يا مرادي
سلام ما حدا عاد الغرام سلام ما حدا العاد الغرام مرادي يا مرادي يا مرادي مرادي يا مرادي يا مرادي مرادي شاذلي شيخي مرادي مرادي شاذلي شيخي مرادي ونحن بحضيرة الشيخ شاذلي ونحن بحضيرة الشيخ شاذلي كن لي يا ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ നാം എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ചെറുപ്പം മുതൽ നാം കേട്ടുവരുന്ന ബഹുമാനപ്പെട്ടവരുടെ സവിധത്തിലാണ് നാം ഉള്ളത്. അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ദീവാനു ദിയാഉൽ ഖുലൂബിൽ വിരചിതമായ ഇമാം ഷഅറാനിയുടെ ഖുസൂസിയത്താണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ബാബു ഷഅരിയയിലാണ് മറവിട്ടിട്ടുള്ളത്. ബാബു ഷഅരിയയിലെ വിശാലമായ മസ്ജിദിൽ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് സയ്യിദ് അലി നൂറുദ്ദീൻ ശൂനി റളിയല്ലാഹു അൻഹു നൂറുദ്ദീൻ ശൂനി റളിയല്ലാഹു അൻഹു ഇമാം ഷഅറാനി തങ്ങളുടെ ശൈഖ് അവറുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മജ്ലിസുകൾ കൊണ്ടറിയപ്പെട്ട നൂറുദ്ദീൻ ശൂനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലാണുള്ളത്. സാഹിബു മജാലിസി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്തായി ആ മഖാമിൽ കാണുന്നത് اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഉള്ളാള് തങ്ങൾ സാധാരണ ഇജാസത്ത് കൊടുക്കുന്ന ആ മഹത്തായ ദിക്ർ, ആ സ്വലാത്ത്, അതാണ് അവിടെ പ്രധാനമായും ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വലാത്ത്. ആ സ്വലാത്തിന്റെയും മറ്റു സ്വലാത്തുകളുടെയും കേന്ദ്രീകരണ മജ്ലിസുകൾ കൊണ്ടറിയപ്പെടുന്ന സാഹിബു മജാലിസി സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ നൂറുദ്ദീൻ ശൂനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലാണ് നാം ഉള്ളത്. ഇമാം ഷഅറാനി തങ്ങളുടെ ശൈഖ് അവറുകൾ കൂടിയാണ് മഹാനവറുകൾ. നൂറുദ്ദീൻ ശൂനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഷെയ്ഖ് നൂറുദ്ദീൻ ശൂനി റളിയല്ലാഹു അൻഹു ഇമാം ഷഅറാനി തങ്ങളുടെ ഉസ്താദ് കൂടിയായ മഹാനവറുകളുടെ സവിധത്തിലാണ് നാം ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്തുമായി ബന്ധപ്പെട്ട ആത്മീയ ചൈതന്യത്തിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയുന്ന മജാലിസു സലാത്ത് കൊണ്ട് പ്രത്യേകം അറിയപ്പെട്ട മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ട ശൂനി റളിയല്ലാഹു തആല അൻഹു. നൂറുദ്ദീൻ ശൂനി തങ്ങളുടെ മഖാമിലെത്തുമ്പോൾ കേരളക്കരയിലും മറ്റും നാം സംഘടിപ്പിക്കുന്ന മഹത്തായ മജ്ലിസുകൾ, സ്വലാത്തിന്റെ സദസ്സുകൾ, അതിന്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാവുകയാണ്. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളെ പോലെയുള്ള മഹാന്മാർ
സ്വലാത്തിന്റെ മജ്‌ലിസ് കൊണ്ട് കൈരളിയുടെ മണ്ണിനെയാകെ നേതൃത്വം നൽകുന്ന രംഗം യഥാർത്ഥത്തിൽ അവരെ നാം ഓർത്തുപോയി. നൂറുദ്ദീൻ ശൂനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ വെച്ച് ഓർത്തുപോവുകയാണ് ഈ സവിധത്തിൽ നിൽക്കുമ്പോൾ. അൽഹംദുലില്ലാഹ്, ഇമാം റംലി തങ്ങളുടെ സമീപത്താണ് നാം ഇപ്പോഴുള്ളത്. സയ്യിദുന മുഹമ്മദ് ശിഹാബുദ്ദീൻ റംലി അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്താണ് നാം ഉള്ളത്. അവിടുത്തെ വാലിദ് പിതാവ് ശിഹാബുദ്ദീൻ റംലി റളിയല്ലാഹു തആല അൻഹു തൊട്ടടുത്തുണ്ട്. ഇമാം റംലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിൽ അവിടുത്തെ പരിശുദ്ധമായ ആത്മീയ ചൈതന്യത്തിൽ നിന്ന് അല്പം നുകരാൻ എത്തുന്നവർക്ക് ആശ്വാസവും തെളിനീരും നൽകിക്കൊണ്ട് മഹാനായ ശൈഖ് ഇമാം റംലി റളിയല്ലാഹു അൻഹു, അവിടുത്തെ പിതാവ് ശിഹാബുദ്ദീൻ റംലി അൽ അൻസാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സുത്തൂഹി റളിയല്ലാഹു അൻഹു റംലി ഇമാമിന്റെ കാലഘട്ടത്തിൽ മസ്ജിദിന്റെ ഖാദിമായിരുന്ന മുഹമ്മദ് സുത്തൂഹി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഇമാം സിറാജുദ്ദീൻ അൽ ബുൽഖൈനി റളിയല്ലാഹു അൻഹു, ശൈഖുൽ ഇസ്ലാം സിറാജുദ്ദീൻ അൽ ബുൽഖൈനി റളിയല്ലാഹു അൻഹു എട്ടാം നൂറ്റാണ്ടിന്റെ ആലിം എന്നറിയപ്പെടുന്ന, ഓരോ നൂറ്റാണ്ടിന്റെയും കാലഘട്ടത്തിലുള്ള മുജദ്ദിദുമാരിൽ പ്രധാനിയായ എട്ടാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് സിറാജുദ്ദീൻ അൽ ബുൽഖൈനി ഇമാം മസ്ജിദുൽ ഹാക്കിം അംറുല്ലാ പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ട വിശാലമായ പള്ളിയാണ്. ഇവിടെ പലപ്പോഴും ഷിയാക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ നടക്കുന്നു എന്നറിയാൻ കഴിയും. പഴയ കാലത്തെ മസ്ജിദുകളിൽ പ്രധാനപ്പെട്ട ഒരു പഴയ പള്ളിയാണ് ഹാക്കിം അംറുല്ലായുടെ കാലഘട്ടത്തിൽ പണിയപ്പെട്ട പള്ളി എന്ന പേരിലുള്ള ഈ പള്ളി. ഇബ്നു ഹിഷാം റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഖത്തറുന്നതയുടെ മുസന്നിഫ് കൂടിയായ ശൈഖ് അബൂ മുഹമ്മദ് അബ്ദുല്ലാ ജമാലുദ്ദീൻ ഇബ്നു ഹിഷാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിടത്തിലാണ് നാം ഉള്ളത്. ഖത്തറുന്നതയുടെ മുസന്നിഫ് കഴിഞ്ഞ് നാം ഇപ്പോഴെത്തിയത് യൂനുസ് സഅദി ശൈബാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത്. അസയ്യിദ് യൂനുസ് സഅദി ശൈബാനി ബാബുൻ നസ്ർ എന്ന് പറയുന്ന സ്ഥലത്ത് സയ്യിദ് യൂനുസ് ശൈബാനി റളിയല്ലാഹു അൻഹു, സയ്യിദ് യൂനുസ് ഇബ്നു സയ്യിദ് സഅദി ശൈബാനി റളിയല്ലാഹു അൻഹു السيد
മുഹമ്മദുൽ ഖാദി റളിയല്ലാഹു തആല സയ്യിദ് മുഹമ്മദുൽ ഖാദി ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ സുൽത്താനുൽ ആശിഖീൻ ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഫാരിദ് തങ്ങൾ നമുക്കറിയാം അവിടുന്ന് പറഞ്ഞു വലൗ ഖാതറത്ലി ഫീ സിവാക ഇറാദതു അലാ ഖാതിരി യൗമൻ ഹകംതു ബിരിദ്ദതി ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹു അല്ലാത്തവരിൽ വല്ല ചിന്തയും എനിക്ക് വന്നുപോയാൽ ആ സമയത്ത് ഞാൻ മുർത്തദ്ദാണെന്ന് വിധി എഴുതി കൊള്ളണമെന്ന് പ്രഖ്യാപിച്ചു ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ് ഈ കിടക്കുന്നത്. ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിലാണ് നാം ഉള്ളത്. ഒരു നിമിഷം പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നഷ്ടപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധിയും ഏതെങ്കിലും ഒരു നിമിഷം ആ ധാരയിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മുർത്തദ്ദാണെന്ന് വിധി എഴുതണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു ولو خاطرت لي في سواك إرادة على خاطري يوما حكمت بردتي തലയെടുപ്പുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ ആശിഖീങ്ങളുടെ സുൽത്താനായി അറിയപ്പെടുന്ന മഹാനുഭാവൻ 576 ഹിജറയിൽ ജനിച്ച് 632 തന്നെ വഫാത്തായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്ന് ജബൽ മുഖത്തമിന്റെ ഭാഗമാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊളിഞ്ഞുപോയ പള്ളി ജബൽ മുഖത്തമിന്റെ ഭാഗത്ത് ഉമർ ഇബ്നുൽ ഫാരിദ് തങ്ങളുടെ സമീപത്ത് ബഹുമാനപ്പെട്ട മുഖത്തം മലയുടെ ഈ താഴ്വാരത്തിൽ ധാരാളം ഔലിയാക്കളും സാലിഹീങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നും ആഗാഖാനുമായി ബന്ധപ്പെട്ട ചരിത്ര ഭൂമികളുമായി ഈ പ്രദേശത്തിന് ബന്ധമുണ്ടെന്നും ആഗാഖാന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും അറിയപ്പെടുമെന്നുമൊക്കെ അവിടുത്തെ പ്രദേശവാസികൾ ഓർമ്മപ്പെടുത്തുന്നു. നാം ബഹുമാനപ്പെട്ട സയ്യിദ് ഷാത്തിബി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലാണുള്ളത്. അൽ-ഇമാം അബൂ മുഹമ്മദ് ഖാസിം ഇബ്നു ഫൈറത്ത് ഇബ്നു ഖലഫ് ഷാത്തിബി സബഅത്ത് ഖുറായിൽ നിന്ന് നാം പഠിക്കുന്ന ഷാത്തിബി എന്ന ഖാരിഇന്റെ മഖാമാണിത്. 538 ജനിച്ച് 590 വഫാത്തായ ബഹുമാനപ്പെട്ട ഷാത്തിബി റളിയല്ലാഹു അൻഹു സയ്യിദ് ഷാത്തിബി റളിയല്ലാഹു അൻഹു
സയ്യിദ് ശാത്തിബി റളിയല്ലാഹു അൻഹു. സയ്യിദ് അബുൽ ഖാസിം ശാത്തിബി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മഖാമും മഹത്തായ മസ്ജിദുമാണ് നാം കാണുന്നത്. മഹാനവറുകളുമായി ബന്ധപ്പെട്ട കറാമത്തുകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ആ മഖാമിന്റെ പരിസരത്ത് കാണാം. സുബഹി നിസ്കാരം കഴിഞ്ഞ് എപ്പോഴും ഖിറാഅത്തിന്റെ ജിൽസ സംഘടിപ്പിക്കുന്ന മഹാനവറുകൾ പറയുന്നു, ആദ്യം വരുന്നയാൾ ഓതട്ടെ എന്നാണ് പറയാറുള്ളത്. അതേസമയം ഒരു ദിവസം രാവിലെ രണ്ടാമത് വന്നയാളോട് ഓതാൻ പറയുകയും ആദ്യത്തെയാൾ വളരെയധികം വിഷമിച്ച് ആലോചിക്കുമ്പോൾ ജനാപത്തുകാരനായിരുന്നയാൾ കുളിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുകയും കുളിച്ചിട്ട് പിന്നെ വന്നപ്പോൾ ആദ്യം വന്നയാൾ ഓതാൻ പറയുകയും ചെയ്ത അടക്കമുള്ള ധാരാളം കറാമത്തുകൾ അവിടെ ഉല്ലേഖനം ചെയ്യപ്പെട്ടതായി കാണാം. ഇപ്പോൾ നാം ഉള്ളത് അൽ ഇമാം തൂനിസി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലാണ്. സഫിയുദ്ദീൻ അബുൽ മവാഹിബ് ഷാദുലിയ തരീഖത്തിന്റെ മഹത്തായ മാർഗത്തിൽ അറിയപ്പെടുന്ന അൽ ഇമാം തൂനിസി റളിയല്ലാഹു അൻഹു ധാരാളം രചനകൾ കൊണ്ട് അനുഗ്രഹീതമായ കരങ്ങളുടെ നായകൻ സയ്യിദ് തൂനിസി റളിയല്ലാഹു അൻഹു ജബൽ മുഖത്തമിന്റെ താഴ്വാരത്തുള്ള ധാരാളം ഔലിയാക്കളുടെ സങ്കേത താഴ്വരയായി അറിയപ്പെടുന്ന ജബൽ മുഖത്തമിന്റെ വാദി, പരിശുദ്ധമായ മിസ്റിന് ആത്മീയമായ നറുമണം ചാർത്താൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ജബൽ മുഖത്തം, സായിറിനെ ആദ്യമായി ആകർഷിക്കുന്ന മല, ആ മലയുടെ പവിത്രധന്യമായ താഴ്വാരത്തുകൂടി ഔലിയാക്കളുടെ മദത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര ഏതൊരാത്മീയ ചൈതന്യത്തെ ആഗ്രഹിക്കുന്നവനെയും സന്തോഷിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ആത്മീയ ചക്രവാളത്തിലേക്ക് ഉയരാൻ സാധുക്കളായി നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇപ്പോഴുള്ളത് ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലാണ്. അവിടുത്തെ മഖാമും പള്ളിയും പൊളിച്ചിട്ടിരിക്കുകയാണ്. പുനർനിർമ്മാണത്തിനാണെന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പൊളിച്ചിട്ടിരിക്കുന്ന പള്ളിയുടെ സെന്റർ ഭാഗത്തുള്ള ഇതാണ് ബഹുമാനപ്പെട്ട ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. ഇസ്സുർ റിജാൽ എന്ന പേരിലും നാട്ടുകാർ മഹാനവറുകളെ വിശേഷിപ്പിക്കാറുണ്ട്. بعز دينك يا عزيز أعزنا وبعلمه املأ فؤادي إلهنا. من الشيخ محمد عمر الدارمي القادري المليباري. اللهم اوصل ثواب قراءتنا إلى حضرة نبينا وحبيبنا مصطفى صلى الله عليه وسلم وآله وأصحابه وأزواجه الطاهرات أمهات المؤمنين. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ്. പുനർനിർമ്മാണത്തിനു വേണ്ടി വിപുലീകരണത്തിനു വേണ്ടി പൊളിച്ചിട്ടിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ നാം കാണുന്നത്. ഈജിപ്തിലേക്ക് വരുന്ന സന്ദർശകനെ ഏറെ ആകർഷിക്കുന്ന ഭൗതികമായ ഒരു കാഴ്ചയാണ് പിരമിഡുകൾ. നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും കേടാകാത്ത മമ്മികൾ, ഗർഭം ധരിച്ചിരിക്കുന്ന വലിയ പിരമിഡുകൾ ടൂറിസ്റ്റുകളെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സപ്താത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകൾ ലോകത്തെ അത്ഭുതങ്ങളുടെ കലവറയായി അറിയപ്പെടുന്ന, ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെ ഹഠാത് ആകർഷിക്കുന്ന പിരമിഡുകളുടെ നിർമ്മാണം അത്ഭുതകരം തന്നെ. പൈശാചികതയുടെ നിറകുടമായ ഫറോവ ചക്രവർത്തിയുടെ
കാലഘട്ടത്തിലുണ്ടാക്കിയ പിരമിഡുകൾ ലോക പ്രശസ്തമായ അത്ഭുതങ്ങളിലൊന്നാണ്. ഖുൽ സീറൂ ഫിൽ അർദി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. പിരമിഡുകൾ ഉണ്ടാക്കി അതിലെ മമ്മികളിൽ എല്ലാ കാലവും ജീവിക്കാമെന്ന് കൊതിച്ച ഫറോവ എല്ലും തോലുമായി അതാ കിടക്കുന്ന രംഗം കണ്ടുപിടിക്കാൻ ആദ്യമുണ്ടായിരുന്ന മമ്മികൾ സൂക്ഷിച്ചിരുന്ന പിരമിഡുകളൊന്ന് കാണാൻ ഒരു ജാഹിറിനും തീർച്ചയായും അത്യാവശ്യമാണ്. 100 രൂപ ടിക്കറ്റ് പിരമിഡിനുള്ളിലേക്ക് കയറാൻ. അതേസമയം മഹ്റാമുകൾ കാണാൻ പുറത്തേക്ക് ആ ക്യാമ്പസിലേക്ക് കയറാൻ 40 പൗണ്ടിന്റെ ടിക്കറ്റ്. 40ഉം 100ഉം 140 പൗണ്ടിന്റെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് കയറാൻ കഴിയുകയുള്ളൂ. 1200 രൂപയാണ്, ഇന്ത്യൻ രൂപയാണ് 140 പൗണ്ട് എന്ന് പറഞ്ഞാൽ. ടൂറിസ്റ്റുകളുടെ അതിപ്രസരം കൊണ്ട് കീർത്തി കേട്ട പിരമിഡുകൾക്ക് അടുത്ത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ അതിനെ വീക്ഷിച്ചുകൊണ്ട് ഈ കൂറ്റൻ പാറകൾ ആരെക്കൊണ്ടെടുപ്പിച്ചു വെച്ചു? ഈ പിശാച് പാവപ്പെട്ട മനുഷ്യരെ കന്നുപോലെ ജോലിയെടുപ്പിച്ചുവോ? അതേ ശൈത്താനിന്റെ സഹായം തേടിയോ? ലോകാത്ഭുതങ്ങളിൽ ഒന്നായ പിരമിഡുകൾക്ക് താഴ്വാരത്തു നിന്നുകൊണ്ട് അത്ഭുതകരമായി ആലോചിച്ചു പോകുന്ന കാഴ്ച. ഒന്നല്ല, 2, 3 പിരമിഡുകൾ വലുതായും ചെറിയ ചെറിയ പിരമിഡുകളും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈജിപ്തിലേക്ക് എത്തിയാൽ ഭൗതിക താല്പര്യമുള്ളവരെ ആദ്യം ആകർഷിക്കുന്ന സ്ഥലമാണ് പിരമിഡ്. ആ പിരമിഡിന്റെ ചുറ്റുഭാഗത്തും ഫിർഔനുമായി ബന്ധപ്പെട്ട മഅബദുകളും അബുൽ ഹൗലും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പിരമിഡാണ് ദൂരവീക്ഷണത്തിൽ ഇപ്പോൾ കാണുന്നത്. ആദ്യം നാം കണ്ട പിരമിഡിന്റെ അത്രയും തന്നെ ഉയരമുള്ള പിരമിഡാണ്. ദൂരക്കാഴ്ചയിൽ അതിനല്പം ഉയരം കുറഞ്ഞതായി തോന്നുകയാണ്. കുതിരവണ്ടിയിൽ അവിടെ സവാരി ചെയ്യാനും ചുറ്റി നടന്ന് കാണാനും ടൂറിസ്റ്റുകളുടെ തിരക്ക് അപാരം തന്നെ. മനുഷ്യൻ കെട്ടിയുണ്ടാക്കുന്ന സ്വർഗം താൽക്കാലികമാണെന്ന് തിരിച്ചറിയിപ്പിച്ചുകൊണ്ട് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പിരമിഡുകൾക്കകത്ത മമ്മികളിൽ പോലും ശാശ്വതമായി ജീവിതം ദുനിയാവിൽ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിരമിഡുകൾ 1000 കിസ്സകൾ നമുക്ക് പറഞ്ഞു തരുന്നതായും ആ കല്ലുകൾ ഓരോന്നും അതിന് ശരിവെക്കുന്നതായും നമുക്ക് തോന്നുകയാണ്. കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് പിരമിഡിനകത്ത് സുഖമായി കിടക്കാമെന്ന് ഉറച്ച ഫറോവ ലാനത്തുല്ലാഹി അലൈഹി അടക്കം എല്ലും തോലുമായി മ്യൂസിയത്തിൽ കാഴ്ചവസ്തുവായി കാണുമ്പോൾ പിരമിഡുകൾ ലോകാത്ഭുതമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ അത്ഭുതങ്ങൾ നിർമ്മിക്കാനും കഴിവ് തന്ന അള്ളാഹുവിനെ ധിക്കരിച്ച് അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് വാദിച്ചവന്റെ അന്ത്യം അതിദയനീയമെന്ന് തിരിച്ചറിയാൻ ഈ ഭൂമി സന്ദർശിക്കുന്നത് നന്നായിരിക്കുമെന്ന് വിശ്വാസികൾക്കറിയാം. ഒട്ടകക്കൂട്ടങ്ങൾ നിരനിരയായ മരുഭൂമിയുടെ അന്തരീക്ഷത്തെ ഇളക്കി മറിച്ചുകൊണ്ട് കടന്നു പോകുന്ന രംഗം പിരമിഡുകൾക്ക് സമീപത്ത് തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ പിരമിഡാണ് ഇപ്പോൾ കാണുന്നത്. ലോങ് സൈറ്റിൽ അത് ചെറുതായി കാണുന്നെങ്കിലും വളരെ വലിയ പിരമിഡാണത്. 3-4 പിരമിഡിലൂടെ എപ്പോഴും പ്രവേശനം അനുവദിക്കുകയും ആ പിരമിഡിനകത്തെ ഇരുളടഞ്ഞ അറയും സൂക്ഷിക്കപ്പെടാൻ പറ്റിയ പ്രദേശവുമൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ടൂറിസ്റ്റുകൾക്ക് വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അടിയിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണത്. ചെറിയ ചെറിയ കേവുകൾ പോലെ, ഗുഹകൾ പോലെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അബുൽ ഹൗൽ എന്ന് പറയുന്ന വലിയ വിഗ്രഹം, അതായിരുന്നു അവരുടെ പ്രത്യേക പ്രതിപാദ്യമായ വിഗ്രഹം. ആ വിഗ്രഹത്തിന്റെ സമീപത്തേക്ക് ആ വിഗ്രഹമാണ് കാണുന്നത്. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലും. മനുഷ്യ തല പോലെ ആ കുന്തത്തിന്റെ തല, അതാ സിംഹം കിടക്കുന്നത് പോലെയുള്ള ശരീരം. ഇതിനെ ആരാധിച്ചുകൊണ്ടിരുന്ന അൽപ്പന്മാർ അല്പത്തരത്തിന്റെ പാപ്പരത്വത്തിൽ വെച്ചുകൊണ്ട് അന റബ്ബുക്കുൽ അഅ്ലാ എന്ന് വാദിച്ച ധിക്കാരി
അവരുടെയൊക്കെ വേദന നീറുന്ന നിരന്തരം പഠിക്കാനും പകർത്താനും അതുപോലെ ഉൾക്കൊള്ളാനും കഴിഞ്ഞ് അള്ളാഹുവിനുള്ള വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ ശത്രുക്കളെ പോലും പ്രേരിപ്പിക്കുന്ന ശരിയായ ലക്ഷണങ്ങളായി ഈ വിഗ്രഹങ്ങൾ, അനങ്ങാതെ നിൽക്കുന്ന വിഗ്രഹങ്ങൾ, തല പൊട്ടിച്ചാലും ചെവി പൊട്ടിച്ചാലും കണ്ണു പൊട്ടിച്ചാൽ അധികരിക്കാൻ കഴിയില്ലാത്ത നിർജീവ വസ്തുക്കൾ, അല്ലാഹു ഹയ്യുൻ ദായിമുൻ ബാഖി എന്ന ആശയത്തിലേക്ക് തിരിച്ചു വരാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലാഹു ഹയ്യുൻ ദായിമുൻ ബാഖി, അല്ലാഹു ഹയ്യുൻ ദായിമുൻ ബാഖി, അല്ലാഹു ഹയ്യുൻ ദായിമുൻ ബാഖി. അബുൽ ഹൗലിനെ പോലെ അനങ്ങാതെ നിൽക്കുന്ന വിഗ്രഹത്തിനല്ല, ചെവിയും കണ്ണും മൂക്കും പൊട്ടിച്ച കോലത്തിനല്ല ആരാധിക്കേണ്ടതെന്നും, ആരാധനയ്ക്ക് അബുൽ ഹൗലിനെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബാണെന്ന് വാദിച്ച ധിക്കാരിയെ അടക്കം നിലംപതിപ്പിച്ച അള്ളാഹുവിന്റെ ഖഹരീയത്ത് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന അവശിഷ്ട കഥാപാത്രങ്ങളായി അനങ്ങാപ്പാറകളായ പിരമിഡുകളെയും അബുൽ ഹൗലുകളെയും നമുക്ക് കാണാം. കണ്ണിൽ തടഞ്ഞു നിൽക്കുന്ന പിരമിഡിന്റെ സമീപത്തു നിന്ന് ആ പിരമിഡുകൾ കൊണ്ട് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവർ, അത്ഭുതങ്ങളുടെ സൃഷ്ടിപ്പിന് കഴിവ് തന്ന അള്ളാഹുവിനെ മറന്ന ധിക്കാരത്തിന്റെ ദയനീയ പതനം അവിടുന്ന് കാണാൻ, പഠിക്കാൻ അവസരമുണ്ടാകാൻ പ്രേരണയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സാലിഹുൽ ജാഫരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലാണ് നാം ഉള്ളത്. ആരാണ് സാലിഹുൽ ജാഫരി റളിയല്ലാഹു അൻഹു? അഹ്മദ് ബദവി തങ്ങളുടെ തരീഖത്തുമായി ബന്ധപ്പെട്ട് ഈജിപ്തിന്റെ പട്ടണമായ കൈറോ പട്ടണത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹത്തായ ആത്മീയ ചൈതന്യത്തിന് വ്യാപനം നിർവഹിക്കുന്നതിന് നേതൃത്വം നൽകിയ മഹാനായ സയ്യിദ് സാലിഹുൽ ജാഫരി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്താണ് നാം ഉള്ളത്. അവിടുത്തെ വിശാലമായ പള്ളി, സാലിഹുൽ ജാഫരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണിത്. സാലിഹുൽ ജാഫരി റളിയല്ലാഹു അൻഹുവിന്റെ ആധാറുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം. അഹ്മദ് ബദവി തങ്ങളുടെ തരീഖത്തിന്റെ വ്യാപനത്തിന് വേണ്ടി കൈറോ പട്ടണത്തിൽ അത്യധ്വാനം ചെയ്ത സൂഫി വര്യൻ സാലിഹുൽ ജാഫരി റളിയല്ലാഹു അൻഹു. സാലിഹുൽ ജാഫരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ്. വിശാലമായ കുബ്ബയ്ക്ക് കീഴെ വിശ്രമിക്കുന്ന പരമ്പരാഗത ഔലിയാഇന്റെ മർത്തബയിൽ അവിടുത്തെ മദദും അവിടുത്തെ മനാഖിബുമായി ബന്ധപ്പെട്ട അദമത്ത് കാണിക്കുന്ന ഈജിപ്തിന്റെ പാരമ്പര്യത്തിന് നേതൃത്വം നൽകിയ സാലിഹുൽ ജാഫരി തങ്ങളെയും അത്യാദരവോടെ നിരവധി ആയിരക്കണക്കിന് ആളുകൾ സിയാറത്തിനെത്തുന്ന കേന്ദ്രത്തിന്റെ ഉടമയായി മഹാനവറുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിരിക്കുന്നു.
സാലിഹുൽ ജാഫരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ് കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബലദുൽ ഇൽം എന്നറിയപ്പെട്ടിരുന്ന മഹത്തായ ഈജിപ്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ എപ്രകാരമാണ് ബഹുമാനിക്കേണ്ടതെന്ന് ആലിമിന്റെ ശൈലിയിൽ പ്രഖ്യാപിക്കുന്നതിന്റെ പ്രൗഢി ലോകത്ത് പ്രകടിപ്പിക്കുന്ന മഹത്തായ കാഴ്ചയാണ് ഔലിയാക്കളുടെ മഖാമുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈജിപ്തിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും മഹാന്മാരായ ഔലിയാക്കളുടെ സാന്നിധ്യം തന്നെയാണ്. അബ്ദുല്ലാഹിൽ ജുവൈനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ് ഇപ്പോൾ നാം കാണുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ജുവൈനി തങ്ങളെ കേട്ട് പരിചയമുള്ള നമുക്ക് അവിടുത്തെ പരിശുദ്ധമായ ശാരീരിക വിശ്രമത്തിന്റെ സങ്കേതത്തിനടുക്കലെത്താൻ കഴിയുന്നു. ആ മഹത്തായ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ആത്മീയതയുടെ ചക്രവാളത്തിലേക്ക് ഉയരാൻ സാധുക്കളായി നമുക്ക് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ യാചിക്കാം. അർഹമുർറാഹിമായ റബ്ബ് മഹാന്മാരായ ഔലിയാക്കളുടെ മദദുകളും പദവികളും മനസ്സിലാക്കി പ്രവർത്തിക്കാനും അബ്ദുല്ലാഹി ദസൂഖി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ ശഖീഖായ സഹോദരനായി അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ദസൂഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഖാമിലാണ് നാം ഉള്ളത്. അബ്ദുല്ലാഹി ദസൂഖി റളിയല്ലാഹു അൻഹു സയ്യിദ ഫാത്തിമ നബവിയ റളിയല്ലാഹു അൻഹയുടെ പള്ളിയിലേക്ക് പോകുന്ന മൈതാനിയിലാണ് വിശ്രമിക്കുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മദദുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് മഹാന്മാരുടെ സമീപത്തെത്തുന്ന ആർക്കും ആത്മീയ ചൈതന്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ കെൽപ്പുള്ള അഖ്താബുകളുടെയും ഉലമാക്കളുടെയും അല്ലാമകളുടെയും പരിശുദ്ധമായ ഭൂമി മിസ്റേ, നീ ഭാഗ്യവതിയാണ്. നീ ഗർഭം ധരിച്ചത് നിരവധി ഉലമാക്കളെയും ഔലിയാക്കളെയുമാണ്. അസ്സലാമു അലൈക്കും യാ മിസ്ർ.